ബസറയിലെ ഈ ഒരു പട്ടണം തന്നെ അറിയപ്പെടുന്നു. ഇറാഖിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വാഹനം ഞാൻ കാണുന്നത്. ഇറാഖിലെ ബസറയിലൂടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസറ നഗരത്തിലൂടെയുള്ള ഒരു ഓവർ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്നത്. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ കാണാൻ കഴിയും. ഹിജറ 14 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്മതപ്രകാരമാണ് ഉത്ബത്ത് ബിൻ ഉസ്ബാൻ എന്നവർ ബസറ പട്ടണം നിർമ്മിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു ബസറ പട്ടണം നിർമ്മിക്കുന്ന സമയത്ത്. അങ്ങനെ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ആദ്യം ഉയർന്നു വന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പള്ളിയായിരുന്നു. പിന്നീട് താമസ സൗകര്യത്തിന് വേണ്ടി മുളകളും കമ്പുകളും ഒക്കെ ഉപയോഗിച്ച് ചെറ്റപ്പുരകൾ ഉണ്ടാക്കി. 2 വർഷത്തിന് ശേഷമുള്ളൊരു തീപിടുത്തത്തിൽ ബസറ നഗരം പൂർണ്ണമായി കത്തിയമർന്നു. പിന്നീട് നിർമ്മാണ മേഖലയിലേക്ക് ഈ കമ്പുകളും മുളകളൊക്കെ മാറ്റി ഇഷ്ടിക എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. ഇഷ്ടിക ഇന്നും ഇറാഖിലെ നിർമ്മാണ മേഖലയിൽ പ്രധാന വസ്തുവാണ് ഇഷ്ടിക. ഇറാഖിലെ ചരിത്രപരമായ പുരാവസ്തു പള്ളികളിൽ ഒന്നാണ് ഈ കാണുന്ന അൽ ഖവാസ് മസ്ജിദ്. ബസറ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ബസറയിലെ പഴയ പള്ളികളിൽ ഒന്നാണ് എന്നാണ് അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹു ബസറ പട്ടണം നിർമ്മിക്കുന്ന സമയത്ത് പറഞ്ഞ പ്രധാന നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്ന്, പ്രധാന റോഡുകൾ 70 മുഴവും ഉൾ റോഡുകൾക്ക് 20 മുഴവും ഇടവഴികൾക്ക് 7 മുഴവും വീതി ഉണ്ടാകണമെന്നാണ്. കുതിരകളെ കെട്ടിയിടാൻ റോഡുകളിൽ നിന്ന് മാറി പ്രത്യേകം സ്ഥലങ്ങൾ, ഇതെല്ലാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബസറ നഗരനിർമ്മാണ നിർദ്ദേശങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ബസറ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകളുടെ ഘടനകൾ മനോഹരമാണെങ്കിലും വൃത്തി വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വെള്ളം കൊണ്ടുപോകുന്ന ഒരു ടാങ്കർ ലോറിയാണ് മുന്നിൽ പോകുന്നത്. ബസറ എന്ന വാക്കിൻ്റെ അർത്ഥം ചെരൽക്കല്ലുകൾ ധാരാളമുള്ള പ്രദേശം എന്നാണ്. നഗരനിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെയുള്ള പ്രദേശമായിരുന്നു ഈ നഗരം. ഇന്ത്യയിലെ പോലെ ഇറാഖിൽ കൂടുതൽ കാണുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല എന്നീ കളറുകളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഇറാഖിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് ബസറ. 1635 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബസറയിൽ ഒരു ഫാക്ടറി ആരംഭിക്കുന്നതോടെയാണ് ബ്രിട്ടൻ്റെ ഇടപെടൽ പശ്ചിമേഷ്യയിൽ കൂടുതലായി വ്യാപിച്ചത്. ഹിജറ 36 ജമൽ യുദ്ധം അരങ്ങേറിയതും ഇന്നത്തെ ഈ ബസറയിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു രാജ്യം തന്നെയാണ് ഇറാഖ്. പഴയ പ്രൗഢി ഇന്ന് കാണാൻ കഴിയില്ലെങ്കിലും വളർന്നു വരുന്ന ഇറാഖിൻ്റെ വികസന മുഖങ്ങൾ നമുക്ക് എല്ലായിടങ്ങളിലും കാണാം. കൂടാതെ യുദ്ധകാലത്തെ സ്മരിക്കുന്ന ചില കെട്ടിടാവശിഷ്ടങ്ങളും പലയിടങ്ങളിലും കാണാൻ കഴിയും. യുദ്ധത്തിൽ ഏറ്റവും നാശനഷ്ടങ്ങൾ സംഭവിച്ചൊരു നഗരം കൂടിയാണ് ബസറ എന്ന് പറയേണ്ടതില്ല. 2003 2ാം ഗൾഫ് യുദ്ധത്തോടെയാണ് ഇറാഖിൻ്റെ പ്രൗഢി എന്നേക്കുമായി തകർന്നടിഞ്ഞത്. അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളായ സേന ഇറാഖിനെ ആക്രമിച്ച് 2003 മെയ് 1 അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. 1979 മുതൽ 2003 വരെയുള്ള ഇറാഖിൻ്റെ 5ാമത്തെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെ കീഴ്പ്പെടുത്തിയതും ആ കാലത്ത് തന്നെയാണ്. 2006 ഡിസംബർ 30 69 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തെ ബഗ്ദാദിൽ വെച്ച് തൂക്കിലേറ്റിയത്. നമുക്കൊക്കെ കുട്ടിക്കാലത്ത് വളരെ ഓർമ്മകൾ സമ്മാനിച്ച സങ്കടകരമായ അവസ്ഥയായിരുന്നു സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന സംഭവം. ഒരു ബലിപെരുന്നാൾ സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. നഗര കാഴ്ചകൾ കഴിഞ്ഞ് വിജനമായ ഒരിടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഷാത്തുൽ അറബ് നദിക്ക് മുകളിലാണ് ഈ പാലം നിൽക്കുന്നത്. യൂഫ്രട്ടീസും ടൈഗ്രീസും കൂടിച്ചേർന്ന് ഒഴുകുന്ന നദിയുടെ പേരാണ് ഷാത്തുൽ അറബ്. 60% ഷിയ വിശ്വാസികളുള്ള ഇറാഖിൽ ഷിയ വിഭാഗങ്ങൾ വലിയ സ്വാധീനമില്ലാത്ത നാടാണ് ബസറ എന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ മിക്ക ദർഗകളും ഷിയ വിഭാഗത്തിൻ്റെ പരിചരണത്തിലാണ്. ബസറയിൽ അങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടില്ല. വിജനമായ ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഇറാഖിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ചിലയിടങ്ങളിൽ വിശാലമായ കൃഷികളും കാണാറുണ്ട്. അറബിയും കുർദിഷുമാണ് ഇറാഖിലെ പ്രധാന ഭാഷകൾ. കുർദിഷ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അറബിയാണ് മിക്ക ആളുകളും സംസാരിക്കുന്നത്. ഇറാഖ് യാത്രയെക്കുറിച്ച് ആലോചിക്കുന്ന അന്നു മുതൽ മനസ്സിലുള്ള ഒരു നഗരമാണ് ബസറ. കുട്ടിക്കാലം മുതൽ രസകരമായും പഠനകാലം മുതൽ ഗൗരവതരമായും കേട്ടറിഞ്ഞ നാടാണ് ബസറ. അന്ന് മനസ്സിൽ കെട്ടിയുണ്ടാക്കിയ ചിത്രമല്ല ബസറക്ക് ഉള്ളത് എന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എല്ലാം യുദ്ധക്കെടുതിയിൽ തകർന്നു പോയിട്ടുണ്ട്.
ദക്ഷിണ ഇറാഖിലെ ഏറ്റവും വലിയ നഗരമാണ് ബസ്വറ. അറേബ്യൻ ഗൾഫിൽ നിന്ന് 35 മൈൽ അകലെയാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. കടൽ മാർഗം ഇറാഖ് ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നത് ബസ്വറ മുഖേന മാത്രമാണ്. എണ്ണയും എണ്ണയുൽപ്പന്നങ്ങളുമാണ് മുഖ്യ കയറ്റുമതി. ഈത്തപ്പഴ കയറ്റുമതിയും എണ്ണയെപ്പോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലോകത്തിലെ ആകെ ഈത്തപ്പഴത്തിന്റെ 80% ഇറാഖിലാണ്. ഈത്തപ്പനകളുടെ നാട് എന്നാണ് ബസ്വറയെ വിളിക്കുന്നത്. യുദ്ധത്തിൽ തകർന്ന ഒരു ദർഗയാണ് ഇത്. പ്രമുഖ സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിച്ച സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് ഡ്രൈവർ മുസ്തഫയ്ക്ക് കഴിക്കാൻ കൊടുത്ത രംഗമാണിത്. കറുത്ത സ്വർണമാണ്, നല്ല ആരോഗ്യമുണ്ടാക്കും, വളരെ സ്വാദുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മുസ്തഫയെ കഴിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി വേണോ എന്ന ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു മുസ്തഫയുടെ മറുപടി. ബസറയുടെ നഗരഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റോഡുകളെല്ലാം പൊളിച്ചിരിക്കുന്നു. റോഡിൻ്റെ നടുവിലും ഇരുവശങ്ങളിലും ഈത്തപ്പനകൾ കാണാം. വാഹനങ്ങളുടെ തിരക്ക് നന്നേ കുറവാണ്. 2 വാഹനങ്ങൾക്കപ്പുറം മുന്നിൽ ആളുകൾ തൂങ്ങി പിടിച്ചു പോകുന്നൊരു വാഹനം കണ്ടു. നമ്മുടെ നാടുകളിൽ പണ്ട് ജീപ്പിൽ യാത്ര ചെയ്തിരുന്നത് പോലെയാണ് ഇത്. അകത്ത് മുഴുവൻ യാത്രക്കാരുണ്ട്. സ്ഥലമില്ലാത്തവർ പുറത്ത് തൂങ്ങി നിൽക്കുന്നു. ഇറാഖിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വാഹനം ഞാൻ കാണുന്നത്. നഗരഭാഗങ്ങളിലെ ചെറിയ യാത്രകൾക്ക് വേണ്ടി മാത്രമാണ് ഇവകൾ ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഈ ഭാഗം മുഴുവൻ ഹോട്ടലുകളും മാംസക്കടകളുമാണ്. ഉച്ച മുതലാണ് കൂടുതൽ ആളുകളും പുറത്തിറങ്ങാറുള്ളത്. അങ്ങനെ രാത്രി 12 മണി 1 മണി വരെ തുടങ്ങും ആ തിരക്കുകൾ. ഒട്ടുമിക്ക എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ബസറയിലെ സുബൈർ പട്ടണം. പ്രമുഖ സ്വഹാബി സുബൈർ ബിൻ അവാം എന്നിവരിലേക്ക് ചേർത്തിയാണ് ഈ നാടിന് ആ പേര് ലഭിച്ചത്. അവരുടെ ദർഗയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മറ്റു പല മഹാന്മാരുടെയും ദർഗകൾ സുബൈർ പട്ടണത്തിലുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ഇപ്പോൾ. കൂടുതൽ വൃത്തിയില്ലാത്ത റോഡുകളും സ്ഥലങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ബസ് ഒരു ഭാഗത്ത് നിർത്തി ഈ വഴിയിലൂടെ നടക്കണം ദർഗയിലെത്താൻ. വൃത്തിഹീനമായ വഴികൾ, നടുവിലൂടെ അഴുക്കുചാൽ. വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വസ്ത്രങ്ങൾ മലിനമാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനും സന്ദർശിക്കാനും ആഗ്രഹിച്ച സ്ഥലങ്ങളായതുകൊണ്ട് ഒന്നും നോക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു. ഇരുവശങ്ങളിലും വീടുകളാണ്. പൊട്ടിപ്പൊളിഞ്ഞ മതിലുകൾക്കപ്പുറത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. സ്വഹാബികളിൽപ്പെട്ട മറ്റൊരു പ്രമുഖനാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ പ്രമുഖനാണ്. ബസറയിലെ ഈ ഒരു പട്ടണം തന്നെ അറിയപ്പെടുന്നത് സുബൈർ റളിയല്ലാഹുവിൻ്റെ പേരിലാണ്. സുബൈർ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. ദർഗയിലെത്തി മഹാന്മാരുടെ മധുഹുകളും കീർത്തനങ്ങളും പാടി ഖുർആൻ ഓതി ദുആ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇടത് ഭാഗത്ത് കാണുന്ന റോഡിലൂടെ 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ കുവൈറ്റിലേക്ക് എത്താം. കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ, സിറിയ, തുർക്കി, ഇറാൻ തുടങ്ങി 6 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാഖ്. ഈ റോഡിലൂടെ മുന്നോട്ട് 500 കിലോമീറ്റർ യാത്ര ചെയ്താൽ സിറിയയിലെത്താം. സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചകൾക്ക് മങ്ങലേൽക്കുന്നുണ്ട്. ബസറയിൽ കൂടുതലും മരുഭൂമി പ്രദേശങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചു. ഇറാഖിലൂടെ കടന്നു പോകുന്ന ഈ റോഡിലൂടെ 2 അറ്റങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ കുവൈറ്റിലേക്കും സിറിയയിലേക്കും എത്താം. ഇറാഖിൽ നിന്നും സഞ്ചാരികളുമായി ഡ്രൈവർ മുസ്തഫ ഈ ബസ് കൊണ്ട് പലതവണ സിറിയയിൽ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ റോഡ് നിർമ്മിച്ചതൊരു ഇന്ത്യക്കാരനാണെന്നും മുസ്തഫ ഞങ്ങളോട് പറഞ്ഞു. മനോഹരമായ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇരുവശങ്ങളും മരുഭൂമികളാണ്. ഇവിടെയാണ് കൂടുതൽ എണ്ണ ഫാക്ടറികളുള്ളത്. കനാലുകളും ചോലകളും നിറഞ്ഞ ബസറയെ പശ്ചിമ പ്രദേശത്തെ വെനീസ് എന്ന് ചില യാത്രാ വിവരണക്കാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിൽ കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് ബസറയിലാണ്. എണ്ണ ഉൽപ്പാദന മേഖലകളിലും വികസന മേഖലകളിലുമാണ് അവർ ജോലി ചെയ്യുന്നത്. ബസറ സർവകലാശാലയിലും ഇന്ത്യൻ അധ്യാപകർ ഉണ്ട് എന്ന് പറയുന്നു.
കൂടാതെ ഇന്ത്യക്കാർക്ക് ഒഴിവു ദിനങ്ങളിൽ ചെലവഴിക്കാൻ ഒരു ഇന്ത്യൻ ക്ലബ്ബും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പഴയ കാലം മുതലേ ഇന്ത്യക്കാർ ഇറാഖിലെത്തുന്നത് ബസ്ര തുറമുഖം വഴിയാണ്. മനോഹരമായി അറബിയിലെല്ലാം വിവരിച്ചു തരുന്ന മുസ്തഫയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. سوريا هذا الكويت ربع ساعة 20 دقيقة الكويت مستقيم سوريا مستقيم جهة اليسار أردن تمام هذا إيران السعودية من الناصرية ترجع على السعودية 400 كيلو إن شاء الله في دليل أبو مصطفى أزهر مصطفى أزهر شركة دليل سياحي شركة داما ഇറാഖിലെ മനോഹരമായ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.